ബ്രൈറ്റൺ നഗരത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ബ്രിട്ടനിലെ ഏറ്റവും പ്രശസ്തവും സജീവവുമായ കടലോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ബ്രൈറ്റൺ ചരിത്രവും ആധുനികതയും കടൽ സൗന്ദര്യവും ഒരുമിച്ച് ലയിക്കുന്ന ഒരു നഗരമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ബ്രൈറ്റന്റെ മനോഹരമായ കടപ്പുറം, അവിടുത്തെ സജീവമായ അന്തരീക്ഷം, തിരമാലകളുടെ സംഗീതം, തീരത്ത് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യജീവിതത്തിന്റെ ചൈതന്യം എന്നിവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. ബ്രൈറ്റനെ ഒരു പ്രത്യേക അനുഭവമാക്കുന്ന കാഴ്ചകളായിരുന്നു അവയെല്ലാം. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങി പ്രശസ്തമായ ബ്രൈറ്റൺ ഐ 360 പ്രവേശിക്കുന്നിടത്താണ് കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത്. ആ അതുല്യ കാഴ്ചകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ചുവടെ ചേർത്തിട്ടുണ്ട്. അത് കണ്ട ശേഷമാണെങ്കിൽ ഈ യാത്ര നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കുവാനാവും. 2016 പ്രവർത്തനം ആരംഭിച്ച ബ്രൈറ്റൺ ഐ 360 ഒരു ആധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. 360 ഡിഗ്രി കോണിൽ ബ്രൈറ്റൺ നഗരത്തെയും വിശാലമായ കടലോരത്തെയും ഒരേ സമയം കാണുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ നിരീക്ഷണ ഗോപുരത്തിന്റെ രൂപകൽപ്പന. ഒരേ സമയം 200 പേർക്ക് ഐ 360 കയറാം. ആകാശത്ത് പറക്കം തളിക പോലെ ഈ ഗ്ലാസ് പേടകം മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഭീമാകാര തൂണിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നടുവിലെ തൂണിലൂടെ പേടകം 162 മീറ്റർ മുകളിലേക്ക് നീങ്ങുമ്പോൾ അത് ആകാശത്തിനടുത്തൊരു അവിസ്മരണീയമായ അനുഭവമാണ്. ഈ ഉയരത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഒരു ചെറിയ താരതമ്യം മാത്രം മതി. ഇന്ത്യയിലെ പ്രശസ്തമായ കുത്തബ് മിനാറിന്റെ ഉയരം 72.5 മീറ്ററാണ്. നമ്മളിപ്പോൾ കയറുന്ന ഉയരം അതിന്റെ ഇരട്ടിയിലധികമാണ്. കുത്തബ് മിനാറിനേക്കാൾ 89.5 മീറ്റർ അധികം മുകളിലേക്ക്, അതെ, 2 കുത്തബ് മിനാറുകൾ ചേർത്ത് വെച്ചതിലും ഉയരത്തിലേക്ക്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു ട്രിപ്പീസ് കളിക്കാരന്റെ അതേ മാനസിക അവസ്ഥയിൽ ശ്വാസം മുട്ടിക്കുന്ന അനുഭവം. ഓരോ നിമിഷം പിന്നിടുമ്പോഴും താഴെ വിരിഞ്ഞു കിടക്കുന്ന ബ്രൈറ്റൺ നഗരവും വിശാലമായ കടൽ തീരവും ചെറുതാകുന്നു. കരയിലും കടലിലും ചിതറിക്കിടക്കുന്ന കുറേയേറെ മനുഷ്യർ, അവരെല്ലാം നിറമുള്ള ബിന്ദുക്കളായി മാറുന്നു. അകലെയായി ബ്രൈറ്റൺ പിയർ വെള്ള നിറത്തിലുള്ള ഒരു നേരിയ രേഖ പോലെ കാഴ്ചകൾ തെളിയുന്നുണ്ട്. വരിവരിയായി സഞ്ചരിക്കുന്ന ഉറുമ്പുകളെ പോലെ ക്രമത്തോടെയും നിശബ്ദതയോടെയും നിരത്തുകളിലൂടെ നീങ്ങുന്ന വാഹനങ്ങൾ. നടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ വിനയം സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലെ കുഞ്ഞൻ മനുഷ്യരെയാണ് ഓർമ്മ വരുന്നത്. വലുപ്പം നഷ്ടപ്പെട്ട് ഒരു കഥാലോകത്തിന്റെ ഭാഗമായി ഏതോ സിനിമയ്ക്കായി സൂക്ഷ്മമായി സൃഷ്ടിച്ച ഒരു മിനിയേച്ചർ പോലെ ബ്രൈറ്റൺ നഗരം. മുന്നിൽ വെള്ള നിറത്തിൽ ഉയർന്നു നിൽക്കുന്നത് 102 മീറ്റർ ഉയരമുള്ള ബ്രൈറ്റൺ നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ സസക്സ് ഹൈറ്റ് ആണ്. ഒരു കാലത്ത് ആ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ഈ നഗരത്തെ കാണുന്നത് വലിയ അത്ഭുതമായിരുന്നു. എന്നാൽ ഇന്ന് അതേ കെട്ടിടത്തിന്റെ മുകൾത്തട്ട് പോലും ഈ ഡെക്കിൽ നിന്ന് വളരെ വ്യക്തമായി കാണാവുന്ന നിലയിലേക്ക് കാലം മാറിയിരിക്കുന്നു. ഉയരത്തിന്റെ അളവിനൊപ്പം കാഴ്ചയുടെ അർത്ഥവും മാറുകയാണ്. മനുഷ്യൻ സൃഷ്ടിച്ച കെട്ടിടങ്ങൾ ചെറുതാകുമ്പോൾ പ്രകൃതിയുടെ വിശാലത കൂടുതൽ തെളിവോടെ അനുഭവപ്പെടുന്നു. അങ്ങകലെ കണ്ണെത്തുന്ന പരിധിക്കപ്പുറത്ത് ഈ പ്രദേശത്തെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും എല്ലാം മങ്ങിയ രേഖകളായി മാത്രം ദൃശ്യമാകുന്നുണ്ട്. ലോകപ്രശസ്തമായ സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങളാണവ. കുന്നുകളും പുൽമേടുകളും ഹരിതാഭയുടെ മേലങ്കി ചാർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ. ആ വിശാലമായ പച്ചപ്പിനൊപ്പം മനുഷ്യൻ നിർമ്മിച്ച നഗരവും ചേരുമ്പോൾ പ്രകൃതിയും നഗരജീവിതവും തമ്മിലുള്ള അപൂർവമായ ഒരു സന്ധിയാണ് ഇവിടെ രൂപപ്പെടുന്നത്. മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി ഒഴുകിയെത്തുന്ന സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. 18ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം മുതലാണ് ബ്രൈറ്റൺ നഗരത്തിന്റെ തലവര യഥാർത്ഥത്തിൽ മാറി തുടങ്ങുന്നത്. അതുവരെ ഇത് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിൽ ബ്രൈറ്റ് ഹോംസ്റ്റോൺ എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അതിനു മുമ്പ് റോമൻ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ ഫ്രഞ്ച് ആക്രമണങ്ങളും ശക്തമായ കടൽക്ഷോഭവും ഈ പ്രദേശത്തെ നിരന്തരം അലട്ടിയിരുന്നു. ജീവനും ജീവിതവും അനിശ്ചിതത്വത്തിൽ ആടി ഉലഞ്ഞ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ പിന്നീട് ഈ പ്രദേശത്തെ കടൽ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന വിശ്വാസം വ്യാപകമായി പടർന്നതോടെ ആരോഗ്യവും വിശ്രമവും തേടി നിരവധി സഞ്ചാരികൾ ബ്രൈറ്റണിലേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഇവിടം ലോകം അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു കടലോര നഗരമായി മാറിയത്. ബ്രൈറ്റൺ നഗരത്തിന്റെ വളർച്ചയുടെ കഥ തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് ഒബ്സർവേഷൻ ഡെക്കിന്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കാം. ഏകദേശം 75ഓളം പേർ ഈ ചെറു കൂടാരത്തിലുണ്ട്. യാത്രയുടെ തുടക്കത്തിലെ ആവേശം അല്പമൊന്ന് കുറഞ്ഞ സമയമാണ്. വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ചും സെൽഫി എടുത്തും ആളുകൾ ചിതറി നിൽക്കുന്നു. ഇവിടെ ഉള്ളതിലും കൂടുതൽ ആളുകൾ തൂണിന് പിൻവശത്തുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാണ് സംഭവം, ഒരു മിനി ബാർ. അതിനു മുൻപിലാണ് ഈ തിക്കിത്തിരക്ക്. കച്ചവടം പൊടി പൊടിക്കുകയാണ്. ബഹളമോ ഒച്ചപ്പാടോ ഒന്നുമില്ല. ആരും ആർക്കും ശല്യമാകുന്നില്ല. ഇത് യൂറോപ്യൻ നാടുകളിലെ സ്ഥിരം കാഴ്ചയാണ്. 4 ആൾ കൂടുന്നിടത്തെല്ലാം മിനി ബാറുകളോ പമ്പുകളോ ഉണ്ടാകും. ഡെക്ക് പരമാവധി ഉയരത്തിലെത്തി നിശ്ചലമായപ്പോൾ താഴേക്ക് നോക്കിയ നിമിഷം ഒരു അപ്രതീക്ഷിത ഭയം മനസ്സിൽ ഉടലെടുത്തു.
വിമാനയാത്രയിൽ പോലും അനുഭവിക്കാത്ത ഒരു ഉൾക്കിടിലം ഈ ചില്ലുപേടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ശരീരമൊട്ടാകെ പടരുന്നു. ഉയരം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഈ നിമിഷം മനസ്സിൽ നിറയുകയാണ്. ഇത്തരം ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോൾ ഒബ്സർവേഷൻ ഡെക്ക് പതുക്കെ താഴേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങി. കൂറ്റൻ ഗോപുരത്തിന്റെ വലിയൊരു ഭാഗം പിന്നിട്ട് താഴേക്ക് എത്തുമ്പോൾ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നൊരു പ്രതീതിയാണ്. താഴെ ബ്രൈറ്റൺ കടൽത്തീരം ഇപ്പോഴും സജീവമാണ്. ജലക്രീഡയിൽ മുഴുകിയവർ, മണലിൽ വിശ്രമിക്കുന്നവർ, അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് നിൽക്കുന്നവർ, ഭക്ഷണശാലയിലേക്കും കടൽക്കരയിലേക്കും എത്തിപ്പോകുന്നവർ, ജീവിതം അവിടെ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം പിന്നിലാക്കി ഡെക്ക് ഒടുവിൽ തറനിരപ്പിലെത്തി നിശ്ചലമായി. ഉയരങ്ങളും ഭയങ്ങളും ചിന്തകളും എല്ലാം പിന്നിലാക്കി നമ്മൾ വീണ്ടും ഭൂമിയിലേക്കും ജീവിതത്തിന്റെ സാധാരണ നിലയിലേക്കും മടങ്ങിയെത്തിയിരിക്കും. ഡെക്കിൽ നിന്നും നേരെ ഇറങ്ങിയത് ഒരു സൊവനിയർ ഷോപ്പിലേക്കാണ്. എന്നാൽ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. രാത്രി 9:30 വരെ സൂര്യപ്രകാശമുണ്ട്. അതിനാൽ ഈ നഗരത്തിലൂടെ ഒന്ന് ചുറ്റിയടിക്കുവാൻ തീരുമാനിച്ചു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും ആഴ്ചാവസാനത്തിന്റെ ആഘോഷരാവ്. ഒരാഴ്ചത്തെ ജോലിഭാരം പിന്നിലാക്കി ആളുകൾ ആഘോഷത്തിനായി നഗരത്തിലേക്ക് ഇറങ്ങുന്ന ദിവസം. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 6:30 കഴിഞ്ഞാൽ ശാന്തമാകുന്ന തെരുവുകൾ വെള്ളിയാഴ്ചകളിൽ പൂർണ്ണമായും മറ്റൊരു മുഖം ധരിക്കും. ശബ്ദ കോലാഹലങ്ങൾക്ക് നിയന്ത്രണമില്ല. ഉച്ചത്തിൽ സംസാരിക്കാം, പാട്ടുകൾ വെക്കാം, ആടിപ്പാടാം, കൂവാം, പുലരുവോളം ആഘോഷങ്ങൾ തുടരാം. അതിനാൽ തന്നെ നഗരത്തിലൂടെ അലഞ്ഞു തിരിയുന്ന ആളുകളെ കണ്ടാൽ അതിശയമൊന്നുമില്ല. പലരും അല്പം ലഹരിയിലായിരിക്കും. അതിനാൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ യാത്ര വെറും ഒരു അലച്ചിലല്ല, കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് ഈ നടപ്പ്. ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് ഞാൻ പറഞ്ഞ ബ്രൈറ്റൺ നഗരത്തിന്റെ വളർച്ചയുടെ കഥയിലേക്കാണ്, അതിന്റെ ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ബ്രൈറ്റൺ ഒരു കടലോര വിശ്രമ കേന്ദ്രമായി മാറി തുടങ്ങി. പഴയ മത്സ്യബന്ധന ഗ്രാമം പതുക്കെ പട്ടണത്തിന് വഴിമാറി. 1786-ലാണ് ഈ മാറ്റങ്ങളുടെ തുടക്കം. അന്നത്തെ ബ്രിട്ടീഷ് കിരീടാവകാശിയായ പ്രിൻസ് ഓഫ് വെയിൽസ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടി ഈ കടലോര വിശ്രമ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. കടൽവെള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. മറൈൻ പവലിയൻ എന്ന് അറിയപ്പെടുന്ന ഫാം ഹൗസിലാണ് അന്ന് അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിനായി പണി കഴിപ്പിക്കപ്പെട്ടതാണ് ബ്രൈറ്റൺ റോയൽ പവലിയൻ. ഇന്ത്യയിലെ മുഗൾ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ തനി പകർപ്പാണ് ആ പവലിയൻ. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഇടവഴികളും ചെറുതും വലുതുമായ പാതകളും പിന്നിട്ട് ഞങ്ങൾ നടന്നു. ഇത് കാൽനടക്കാർക്ക് മാത്രമുള്ള ഡ്യൂക്ക് സ്ട്രീറ്റ് ആണ്. വളരെയധികം ചരിത്രമുള്ള വഴി. ബ്രൈറ്റണിലെ ആദ്യ ജനവാസ മേഖല. ആംഗ്ലോ സാക്സൺ കാലത്ത് ബ്രൈറ്റ് ഹോംസ്റ്റോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം മത്സ്യബന്ധന തൊഴിലാളികളുടെ വീടുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. അന്നിവിടം ദ ലയൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഭക്ഷണശാലകളും പമ്പുകളും ജ്വല്ലറി ഷോപ്പുകളും പുരാവസ്തു കേന്ദ്രങ്ങളും ഒക്കെയുള്ള ഒരു തുറന്ന മ്യൂസിയം പോലെയാണ് ഈ തെരുവ്. സമയം ഇപ്പോൾ രാത്രി 8 മണിയോട് അടുക്കുന്നു. വൈകുന്നേരം 4:30 പമ്പുകൾ ഒഴികെ ഇവിടുത്തെ ബാക്കിയെല്ലാ കടകളും അടച്ചു കഴിഞ്ഞു. ഇടുങ്ങിയ തെരുവിലൂടെ കുറെ ദൂരം നടന്ന് ഒടുവിൽ റോയൽ പവലിയന് മുന്നിലെ വിശാലമായ റോഡിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു നിമിഷാർത്ഥത്തിൽ കണ്ണടച്ചു തുറന്നപ്പോൾ ഉത്തരേന്ത്യയിലെ വലിയൊരു കൊട്ടാരക്കെട്ടിലേക്ക് എത്തിയ അനുഭവം. സ്ഥലജലഭ്രംശം സംഭവിച്ചതാകാമെന്നൊരു തോന്നൽ. തെല്ലുനേരത്തെ അമ്പരപ്പ്, അത്ഭുതവും അതിശയവും എല്ലാം ചേർന്നുള്ള ഒരു നിമിഷം. നമ്മളെ കാണുന്നതാണ് ബ്രൈറ്റൺ റോയൽ പവലിയൻ. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ഈ കൊട്ടാരമായിരുന്നു ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ വേനൽക്കാല വസതി. 1787 മുതൽ നീണ്ട 36 വർഷത്തെ നിർമ്മാണത്തിനൊടുവിൽ 1823 രാജകീയ പ്രൗഢിക്കൊത്ത് ഈ സൗധത്തിന്റെ പണി പൂർത്തിയായി. കൊട്ടാരത്തിന്റെ പുറംഭാഗം ഇന്ത്യൻ മുഗൾ ഇസ്ലാമിക് ശൈലിയിലാണെങ്കിലും അകത്തളം ചൈനീസ് രീതിയിലുള്ള അലങ്കാരങ്ങളാൽ സമൃദ്ധമാണ്. വിരുന്ന് ഹാളുകൾ, ഇടനാഴികൾ, രാജകീയ കിടപ്പുമുറികൾ തുടങ്ങി എല്ലായിടത്തും ചീനക്കാരുടെ കരവിരുത് ദൃശ്യമാണ്. അക്കാലത്ത് യൂറോപ്പിലെ മിക്ക പ്രഭു കുടുംബങ്ങളുടെയും ഉൾവശം ഇതേ മാതൃകയിലുള്ളതായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 വരെ മാത്രമേ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അതിനാൽ റോയൽ പവലിയന്റെ അകത്ത കാഴ്ചകൾ നമുക്ക് നഷ്ടമായിരിക്കുന്നു. സാരമില്ല, കൊട്ടാരക്കെട്ടിലെ പുറം വിശേഷങ്ങളിലൂടെ അല്പമൊന്ന് സഞ്ചരിക്കാം. ജോൺ നാഷ് എന്ന ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് റോയൽ പവലിയൻ രൂപകൽപ്പന ചെയ്തത്. ലണ്ടനിലേതടക്കം ഇന്ന് കാണുന്ന പൗരാണിക നിർമ്മിതികളിൽ പലതും ഇദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടിയുള്ളതാണ്. റോയൽ പവലിയൻ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പ്രിൻസ് ഓഫ് വെയിൽസ് പിന്നീട് ജോർജ് 4-ാമൻ രാജാവായി ഈ രാജ്യം ഭരിച്ചു. 1930-ൽ അദ്ദേഹം മരിച്ചതോടെ സഹോദരൻ വില്യം 4-ാമൻ കിരീടാവകാശിയായി. അദ്ദേഹത്തിന് ശേഷം 1837-ൽ അധികാരത്തിലെത്തിയ ക്വീൻ വിക്ടോറിയയ്ക്ക് ഈ കൊട്ടാരത്തോട് അത്ര പ്രീതി ഉണ്ടായിരുന്നില്ല. അക്കാലമായപ്പോൾ ബ്രൈറ്റൺ തിരക്കേറിയ ഒരു നഗരമായി മാറിയിരുന്നു. 1841-ൽ ലണ്ടനിൽ നിന്നും ഈ നഗരത്തിലേക്ക് തീവണ്ടി സർവീസ് ആരംഭിച്ചതോടെ
ഈ കടലോര ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. അതോടെ രാജ്ഞി ഐൽ ഓഫ് വൈറ്റ് എന്നൊരു ദ്വീപ് വിലക്ക് വാങ്ങി. 1845 ഓസ്ബോൺ ഹൗസ് എന്നൊരു കൊട്ടാരം അവിടെ നിർമ്മിച്ചു തുടങ്ങി. 5 വർഷത്തിനു ശേഷം രാജകുടുംബം റോയൽ പവലിയൻ ബ്രൈറ്റൺ നഗരസഭയ്ക്ക് കൈമാറി. 1850 വരെ സാധാരണക്കാർ ദൂരെ നിന്ന് നോക്കിക്കണ്ട ഈ കൊട്ടാരം പൊതുജനങ്ങൾക്കായി നഗരസഭ തുറന്നു നൽകി. പിന്നീട് ഇവിടം കലാ, സംഗീത, സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രമായി മാറി. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികരുടെ ആശുപത്രിയായി ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. 2-ാം ലോക മഹായുദ്ധകാലത്ത് ബോംബ് ആക്രമണങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ പ്രധാന നിർമ്മിതിയാണ് ഈ റോയൽ പവലിയൻ. 1950 ശേഷം റോയൽ പവലിയന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ബ്രിട്ടനിലെ 1-ാം നിര സംരക്ഷിത ഭവനങ്ങളിലൊന്നായ ഇവിടേക്ക് നിരവധി വിനോദസഞ്ചാരികളും ചരിത്രാന്വേഷികളുമാണ് എത്തിച്ചേരുന്നത്. കൊട്ടാരക്കെട്ടിന്റെ കഥകളിലൂടെ നമ്മൾ കുറേയേറെ ദൂരം സഞ്ചരിച്ചു. സമയം ഇപ്പോൾ രാത്രി 8:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റു ചില കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകുവാനുണ്ട്. ഇതാ നോക്കൂ, കൊട്ടാരമുറ്റത്തെ പുൽത്തകഴി ഇപ്പോഴും സജീവമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് നഗരഹൃദയത്തിൽ തന്നെ ശാന്തമായി ഇരിക്കുവാൻ ഇതിലും നല്ലൊരു ഇടം വേറെ എവിടെ ലഭിക്കും? ബ്രൈറ്റന്റെ സാംസ്കാരിക നാടിയായ ന്യൂ റോഡിലേക്കാണ് നമ്മളിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. വാരാന്ത്യങ്ങളിൽ ജനം ഒഴുകിയെത്തുന്ന ഇടമാണിത്. സമയമേറെ വൈകിയെങ്കിലും സമീപത്തെ ബിയർ പാർലറുകളിലും സ്ട്രീറ്റ് ഷോപ്പുകളിലുമെല്ലാം നല്ല തിരക്കുണ്ട്. നിരത്തിലൂടെ നിരവധി യുവതി യുവാക്കൾ ആഴ്ചാവസാനത്തെ ആഘോഷത്തിമിർപ്പിൽ നടന്നു നീങ്ങുന്നു. വളരെ ഉന്മേഷത്തോടെയാണ് ചെറുപ്പക്കാർ കടന്നു പോകുന്നത്. ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. നിയമപാലകരുടെ സാന്നിധ്യമില്ല. സ്വയം നിയന്ത്രിക്കാൻ പൗരബോധം ഇവിടുത്തെ ജനത്തെ പ്രാപ്തരാക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ടൂറിസം ഇടങ്ങളിലേക്ക് ഇത്തരം രാജ്യങ്ങളിലെ സഞ്ചാരികളെ ആകർഷിക്കാനാകൂ. ന്യൂ റോഡും ചർച്ച് റോഡും ജൂബിലി സ്ട്രീറ്റും ചേരുന്ന ഈ പ്രദേശമാണ് ഇപ്പോൾ ഈ നഗരചത്വരത്തിലെ പ്രധാന ആഘോഷ കേന്ദ്രം. പമ്പുകളിൽ നിന്ന് ഇറങ്ങുന്നവരും അവിടേക്ക് കയറുന്നവരും തിരക്കിട്ട് തിരികെ മടങ്ങുന്നവരും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക വൈബാണ് ഇപ്പോൾ ഈ പ്രദേശത്തിലുള്ളത്. ലോകപ്രസിദ്ധമായ ബ്രൈറ്റൺ ഡോമിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ നിരവധി സംഗീത നിശകളും നാടകങ്ങളും നൃത്ത പരിപാടികളും നടന്നു വരുന്നു. മുമ്പ് ഇവിടം റോയൽ പവലിയന്റെ ഭാഗമായ കുതിരലായമായിരുന്നു. ഡോമിന് നേരെ എതിർവശത്തുള്ള ക്വീൻ വിക്ടോറിയ ഗാർഡൻസിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിച്ച ക്വീൻ വിക്ടോറിയയുടെ പ്രതിമയാണിത്. രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 60-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1897 ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. 1837 മുതൽ 1901 വരെ നീണ്ട വിക്ടോറിയൻ ഭരണകാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വളർച്ചയുടെ കാലമായിരുന്നു. പണ്ടുകാലത്ത് ഓൾഡ് സ്റ്റെയിൻ ഗാർഡൻസ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ഗ്രാമീണർ മൃഗങ്ങളെ മേയ്ക്കുന്ന പുൽത്തകിടിയായിരുന്നു ഈ സ്ഥലം. ബ്രൈറ്റൺ ഒരു നഗരമായി വളർന്നതോടെ പൊതുയോഗങ്ങൾ നടക്കുന്ന ഇടമായി മാറി. റോയൽ പവലിയനും മറ്റു രാജകീയ നിർമ്മിതികളും എത്തിയതോടെ ഇവിടം ഒരു പ്രൗഢമായ ഉദ്യാനമാക്കി മാറ്റുകയായിരുന്നു. 1930 ഇവിടെ സ്ഥാപിക്കപ്പെട്ട മസ്ത ഫൗണ്ടൻ ആണിത്. ഈ ജലധാരയ്ക്ക് ചുറ്റുമുള്ള പടവുകളിൽ ഇരുന്ന് വിശ്രമിക്കുന്നത് ഇന്നാട്ടുകാരുടെ ശീലമാണ്. ഞങ്ങളും അവിടെ കുറച്ചു നിമിഷങ്ങൾ ചെലവഴിച്ചു. ഇനി മടക്കയാത്രയുടെ സമയമാണ്. സമയം രാത്രി 9:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ ഈസ്റ്റ് ബോണിലേക്കുള്ള ബസ് പിടിക്കണം. രാത്രി ഏറെ വൈകിയെങ്കിലും നഗരത്തിലെ വാഹനങ്ങളുടെ തിരക്കിന് യാതൊരു കുറവുമില്ല. ഇരുനില ബസ്സുകൾ കൂട്ടമായി കടന്നു പോകുന്നത് കാണുന്നത് തന്നെ നല്ല ചന്തമാണ്. കാൽനടക്കാരും സൈക്കിൾ യാത്രക്കാരും ഇപ്പോഴും സജീവമായി നിരത്തിലുണ്ട്. വേനലിന്റെ പ്രസന്നത പരമാവധി ചൂഷണം ചെയ്യുക ഇത് യൂറോപ്യൻ നാടുകളിലെ പതിവ് കാഴ്ചയാണ്. ബ്രൈറ്റണിലെ കാഴ്ചകളിലേക്ക് വീണ്ടും മടങ്ങി വരാമെന്ന ഉറപ്പോടെയാണ് 2-ാം തവണയും ഈ നഗരത്തോട് വിട പറയുന്നത്. ഇനിയും ഒട്ടേറെ കാഴ്ചകൾ ഈ നഗരം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വിട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. സൈൻ ഓഫ്, സുനിഷ് ഡാൻ തോമസ്.